ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അത് ചെറിയ പീസുകളാക്കി നന്നായി കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വലിയ ഉരുളി വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയും റൈസ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 4 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പട്ട, 2 ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പ്, റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാതെ ഊറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇത് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം. കുറച്ചുകൂടെ മുട്ടയൊക്കെ ഇടുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ്. അതിലാവശ്യത്തിനുള്ള ഒരു ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ട് അത് ഞാൻ ഇങ്ങനെ ഒന്ന് ചിക്കിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഓയിലിൻ്റെ അകത്ത് ഈ ചിക്കനുകളെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കും. ഇപ്പം ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ആ ഉള്ള ഓയിലിൻ്റെ അകത്ത് ഇങ്ങനെ അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. വെള്ളമൊക്കെ ഒന്ന് വറ്റി, അപ്പോൾ ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ച് അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് തീ അങ്ങ് ഓഫാക്കി. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം. അത് ഇപ്പോൾ ഇളക്കണ്ട, ഞാൻ ഒന്ന് ഇളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ പിടിച്ചിരിക്കും. അതുകൊണ്ട് തീ ഓഫാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പം അത് നന്നായി ഇളകി വരും. മസാല എല്ലാം ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം ചിക്കൻ ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണ്ട എങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണേ. അതിനുശേഷം ചോറൊക്കെ ഞാനൊന്ന് ഊറ്റി എടുത്തായിരുന്നു. അപ്പോൾ ആ ഉരുളി തന്നെ ഇത്തിരി ചോറൊക്കെ അതിലുണ്ട്. ഞാൻ അതിൽ തന്നെ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള, ആ സവാള ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നു അതൊക്കെ ചേർക്കാം. കാബേജ്, ക്യാരറ്റ്, ബീൻസ്, മട്ടർ, അങ്ങനെ ഇതെല്ലാം ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി കാബേജും ക്യാരറ്റും പിന്നെ പച്ചമുളകും കീറിയിടണേ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കീറിയിടണം. ഞാൻ 2-3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇതൊന്നും ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട. ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് ഇതിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പക്ഷേ കുരുമുളക് പൊടി ഇപ്പം ചേർക്കണമായിരുന്നു, ഞാൻ ലാസ്റ്റിലാണ് കുരുമുളക് പൊടി ചേർത്തത്. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇപ്പം ചേർക്കണേ. എന്നിട്ട് നമ്മൾ വറുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ ചോറ് ഊറ്റിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ എത്രയും കൂടുതലായിട്ട് ചേർക്കുന്നോ അത്രയും നല്ലതാണ്. അതുപോലെ ചിക്കൻ്റെ അളവൊക്കെ കൂട്ടുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. അത് ആരംഭത്തിൽ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തില്ലേ, ആ സമയത്ത് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചേർക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട് വ്ളോഗിൽ.